കടല പറന്ന് വരുന്ന കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി എന്താണെന്ന്. അപ്പോൾ ഒന്ന് കടല മിഠായി കേട്ടോ. കടല മിഠായി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഓരോരുത്തരുണ്ടാക്കി കണ്ടിട്ട് എനിക്കൊരാഗ്രഹം ഉണ്ടാക്കണമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്തത്. എങ്ങനെ നോക്കാം, എന്തായാലും ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്കൊന്ന് നോക്കാം. കടല വറുത്ത് കോരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര അതാ ഒരുക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് കടലേൻ്റെ തൊലി ഒന്ന് നമ്മൾ കളഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ശർക്കര ഉരുകി വന്ന് ശർക്കര പാനിയായപ്പോൾ നമ്മളതിലേക്ക് കടല പൊടിച്ചത് മിക്സാക്കി കൊടുത്തു. ഒരബദ്ധം പറ്റിയിട്ടോ. എന്താണെന്നറിയോ, ശർക്കര പാവിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി. അപ്പോൾ പിന്നെ അതെന്തായാലും ഒന്ന് കുറുകി വരണവരെ വെയിറ്റ് ചെയ്തു. കുറുകി കഴിഞ്ഞപ്പോൾ അതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അപ്പം തന്നെ പരത്തിയിട്ടോ. പരത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് പരത്താൻ കഴിയില്ല. പിന്നെ ആകെ കട്ടിയായിട്ടുണ്ടാവില്ലേ, പിന്നെ പരത്താൻ കഴിയില്ല. അതെന്തായാലും പരത്തി റെഡിയാക്കി കഴിഞ്ഞ് ഒന്ന് തണുത്തതിൻ്റെ ശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും കടല മിഠായി എല്ലാവർക്കും ഇഷ്ടമായി. ഷേപ്പില്ല എന്നുള്ളൂ, എന്തായാലും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.